ഇനി വീണ്ടും നിങ്ങളെ ഞാനൊരു ഗെയിമിലേക്ക് കൊണ്ടുപോവാണ്. വീണ്ടും ഗെയിം, വീണ്ടും സമ്മാനം, വീണ്ടും പണിഷ്മെന്റ്. അപ്പൊ എനിക്ക് വീണ്ടും പണിഷ്മെന്റ് തരാനാണ് ഉദ്ദേശം? അതങ്ങനെയല്ലല്ലോ, അത് ചേട്ടൻ ഇനി അടുത്തതിൽ ചേട്ടൻ ജയിക്കും. ചേട്ടൻ ഓം ലക്ഷ്മിയായ നമഃ എന്ന് ജപിച്ചു ഓം ലക്ഷ്മിയായ നമഃ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു രസകരമായ ഗെയിമിലേക്കാണ് നമ്മള് ഇവരെയും കൊണ്ട് പോവാൻ പോകുന്നത്. ഈ ഗെയിമിന്റെ നിങ്ങളെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഗ്ലാസ് ഉണ്ട്, ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പൊ ഗ്ലാസ് എടുത്ത് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടണം. അതാണ് നിങ്ങളുടെ ഗെയിം. സിമ്പിൾ അല്ലേ? ഒരു ഗ്ലാസ് എടുക്കുക. അയ്യേ, ഞാൻ അങ്ങനെ സിമ്പിൾ ഒന്നും തരില്ല. കുറച്ച് ഇടിവെട്ട് ഗെയിംസ് തരുള്ളൂ. താഴെ ഒരു ബലൂൺ ഇരിക്കുന്നുണ്ടോ? അതുണ്ട്. ആ ബലൂൺ ഇങ്ങനെ നിങ്ങൾ വീർപ്പിച്ചിട്ട് ഗ്ലാസ് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ വായുവിലൂടെ അതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇടണം. ഗ്ലാസും ബലൂണും ഇടരുത്, ഗ്ലാസ് മാത്രം ഇടണം. അയ്യോ, അപ്പൊ ആ ഊതി വീർപ്പിച്ച് ആ വായു മൊത്തം നമ്മൾ വലിച്ചെടുക്കണമെന്ന്. നോക്കട്ടെ. എന്തായാലും നോക്കാം. ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായ ആരംഭത്തിൽ അപമാനം. അപ്പൊ നമുക്ക് ബലൂൺ എന്ന് പറയുന്ന ഈ ഗെയിമിലേക്ക് കടക്കാം. റെഡി അല്ലേ? ആദ്യം ആര് കളിക്കും? ആദ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നു. ലക്ഷ്മി ചേച്ചി കളിക്കും. ശരി, അപ്പോ റെഡി, 1 2 3 മ്യൂസിക്. അടിപൊളി, വളരെ ഗംഭീരമായിട്ടാണ് ലക്ഷ്മി ചേച്ചി കളിച്ചോണ്ടിരിക്കുന്നത്. സിമ്പിൾ അടുത്ത ബലൂൺ എടുത്തോ. വെരി ഗുഡ്. അയ്യോ, കുറച്ചുകൂടി വീർപ്പിക്കണം, അല്ലെങ്കിൽ പോവും. നല്ലൊരു കൈഡ് ലക്ഷ്മി ചേച്ചി കൊടുക്കാം. നന്നായിട്ട് തന്നെയാണ് ലക്ഷ്മി ചേച്ചി കളിച്ചുകൊണ്ടിരിക്കണേ. ചേച്ചി സമയം കഴിയാറായി. മാക്സിമം സമയം കഴിയാ. കഴിഞ്ഞു. ചേച്ചി ഇട്ട ഗ്ലാസ് 1 2 3 4 5 ഗ്ലാസ്. ഞാൻ 6 ഗ്ലാസ്. അതെ, അപ്പൊ ലക്ഷ്മി ചേച്ചി 5 ഗ്ലാസുകളാണ് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ജയശേട്ടൻ 6 ഗ്ലാസോ 6-ൽ കൂടുതലോ ഇടണം. എങ്കിലും ഒന്ന് ജയിക്കുവോ? ഞാൻ ബലൂൺ വീർപ്പിക്കാൻ നേരത്തെ ഞാൻ വിളിക്കാനാണ്. കാരണം എന്റെ മോൾക്ക് 24 മണിക്കൂർ ബലൂൺ വീർപ്പിച്ചു കൊടുക്കുക, പൊട്ടിക്കുക, ബലൂൺ വീർപ്പിക്കുക, പൊട്ടിക്കുക. അതാണ് അവളുടെ നിങ്ങളുടെ കളി. അതുകൊണ്ട് നാട്ടുകാർക്ക് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ദീപാവലിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോ ജയശേട്ടൻ ജയിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. റെഡി അല്ലേ? യെസ്, ജയിച്ചു വരുമെന്ന് പറഞ്ഞ് നമ്മുടെ വലിയ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് പോവാണ് ജയശേട്ടൻ. ജയിച്ചു വരും. ഞാൻ ജയിച്ചിരിക്കും. ആരോമിൽ ചേവര് അംഗം കുറിച്ചിട്ട് പോകണം. മ്യൂസിക്. അതന്നെ ജയശേട്ടൻ ഊതു. പോട്ടെ. തറയിലേക്ക് പോവോ? അയ്യോ, ബലൂണെടുത്തോ. അതന്നെ എടുത്തോ. ഇതിലൂടെ വീഴ്ത്തിക്കണം. രണ്ടെണ്ണം. ബലൂൺ വീണ്ടും പോയി. ജയശേട്ടൻ എന്താ ബലൂൺ കളയുന്നേ? ഇത്ര എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ഗെയിം കളിച്ചിട്ടില്ല. ബലൂൺ വീർപ്പിക്കല് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കളിച്ചിട്ടില്ല. ജയശേട്ടൻ ഇപ്പോ 3 അനുവദിച്ചു തന്നിരിക്കുന്ന 3 സമയം കഴിയാൻ പോവാണ്. റെഡി, 1 2 3 ടൈം ഔട്ട്. ആദ്യത്തിൽ ജയിച്ചില്ല അല്ലേ? തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. വിചാരിച്ച പോലെ അല്ലേട്ടാ ഗെയിം. ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ബലൂൺ മേടിക്കുന്നു, പൊട്ടിക്കുന്നു. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അപ്പം എനിക്ക് എന്തായാലും വീണ്ടും സന്തോഷമുണ്ട്. എന്റെ ലക്ഷ്മി ചേച്ചി ഈ വേദിയിൽ വീണ്ടും ജയിച്ചു. താങ്ക് യു.